ഹലോ, ഉമാലയം ബ്ലോഗിലേക്ക് സ്വാഗതം. ഞങ്ങൾ ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണിത്. ലോക്ക്ഡൗൺ സമയത്ത് തുടങ്ങിയ ചാനലാണ് ഞങ്ങളുടെ. രണ്ടാമത്തെ വീഡിയോയിൽ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്, ഇന്ന് നമ്മളൊരു പഴയ ഫാന്, വീട്ടിലെ എല്ലാവരും വീട്ടിലിരിക്കുന്നതുകൊണ്ട് ഞങ്ങളിതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പഴയ ഒരു ഫാന് അഴിച്ച് അതെല്ലാം ഒന്ന് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി. വെള്ള പെയിൻറ്റ് ഇപ്പോൾ ഞങ്ങളിതിനകത്ത് അടിച്ചിരിക്കുന്നത്. പെയിൻ്റ് അടിച്ച് രണ്ട് വശവും പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു ഫാബ്രിക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ഞങ്ങൾ ചെറിയൊരു വർക്ക് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അതിനൊരു ഔട്ട്ലൈൻ കൊടുക്കുക. ഇനി ഇതിൻ്റെ ഇപ്പോൾ ഒരു മുന്തിരിവള്ളിയാണ് വരച്ചത്. ഇതിൻ്റെ സ്കെച്ച് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് പെയിൻ്റ് അടിക്കാനായിട്ടാണ് പോകുന്നത്. അതിൻ്റെ കളർ എടുത്ത് ഫാബ്രിക് പെയിൻ്റ് എല്ലാം റെഡിയാക്കി വെച്ചു. പെയിൻ്റ് അടിക്കാൻ തുടങ്ങാം. നമ്മളിപ്പോൾ ഇനി ഇതിന് മുന്തിരിക്ക് നമ്മളൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കാം, ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടി. ഇപ്പോഴീ ലോക്ക്ഡൗൺ കാലമായതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ ഈ മുന്തിരിയുടെ കളറുള്ള ഒരു ലൈറ്റ് വയലറ്റിൻ്റെ പെയിൻ്റൊന്നും ഇല്ലായിരുന്നു. അത് കാരണം ഞങ്ങൾ 2-3 കളർ മിക്സ് ചെയ്താണ് ഇപ്പോൾ ഇതിന് തേക്കുന്നത്. ഇതിപ്പോൾ ഒരു ബ്ലൂ കളറാണ്, ലൈറ്റ് ബ്ലൂ കളറാണത്. ഇതിപ്പോൾ റെഡും ചെറിയൊരു ബ്ലാക്ക് കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ഞങ്ങൾ ഇത് മുന്തിരിയുടെ ഒരു കളർ വരുത്തിയിട്ട് ഇനിയിപ്പോൾ ഇതിനെ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇനി നമുക്ക് നമ്മുടെ മുന്തിരിക്ക് പെയിന്റ് കൊടുത്ത് തുടങ്ങാം. മുന്തിരി പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിനിഷ് ആക്കണം. നമ്മൾ ഈ മുന്തിരിക്കെല്ലാം പെയിന്റ് അടിച്ചു കഴിഞ്ഞു. മുന്തിരിക്കൊലയ്ക്ക് നമ്മൾ പെയിൻറ്റ് അടിച്ച് ഫിനിഷാക്കി. ഇനിയിപ്പം നമ്മൾ ലീഫിന് പെയിൻ്റ് അടിക്കാൻ പോവുകയാണ്. നമ്മൾ ഈ കളറാണ്, ഈ ആക്രിലിക് പെയിൻറ്റ്, ഈ പച്ച ലൈറ്റ് പച്ച കളറിലെ. പിന്നെ ഈ ടെൻഡറിൽസിന് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഈ ഈ ഗോൾഡൻ കളർ കൊടുക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് ലീഫിന് കളർ അടിച്ച് തുടങ്ങാം. ലീഫും അതിൻ്റെ ആ തണ്ടിനും കൂടെ നമ്മൾ ലൈറ്റ് പച്ച കളർ കൊടുക്കുകയാണ്. ഇനി നമ്മളിതിൻ്റെ ടെൻഡറിൽസിന് ഗോൾഡൻ കളറ് കൊടുക്കാൻ പോവാണ്. ഇനി ഇതിൻ്റെ ഇലയ്ക്ക് നമുക്ക് അതിൻ്റെ ഞരമ്പുകളൊന്ന് വരച്ചു കൊടുക്കാം. അതിന് കുറച്ച് ഡാർക്ക് ഗ്രീനായി ഇപ്പം ഞങ്ങൾ ഈ മുന്തിരി ഈ പെയിൻറ്റ് അടിച്ചിരിക്കുന്ന കണ്ടപ്പോൾ എല്ലാം കൂടെ ഒരുപോലെ ഇരിക്കുന്നതായിട്ടാണ് തോന്നിയത്. അപ്പം നമുക്ക് അതിന് വേണ്ടി അതിനൊരു എഫക്റ്റ് വരുന്നതിന് വേണ്ടി നമുക്ക് ഇതിനൊരു ഔട്ട്ലൈൻ കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഈ വെള്ള അക്രിലിക് പെയിൻ്റാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം ഇതിൻ്റെ മുന്തിരിക്ക് ഞങ്ങൾ ഔട്ട്ലൈൻ കൊടുക്കാനായിട്ട് പോവുകയാണ്. ഓരോ മുന്തിരി സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കാണുന്നതിന് വേണ്ടി. മറ്റേത് നേരത്തെ പറഞ്ഞതിനോട്ട് മുന്തിരി എല്ലാം ഒന്നിച്ചങ്ങിരിക്കുന്നതായിട്ടാണ് തോന്നി, ഓരോന്നിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ലായിരുന്നു. അപ്പോൾ ഔട്ട്ലൈൻ കൊടുക്കാൻ പോവുക. മുന്തിരിക്ക് നമ്മൾ വെള്ള ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മുന്തിരിയൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടിരിക്കുന്നു. ഇതുപോലെ തന്നെ നമ്മൾ ഒരു ലീഫ് നമ്മുടെ ഫിനിഷായി. ഇനിയും 2 ലീഫും കൂടെ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യണം. ഇത് നമ്മുടെ ഫാനിൻ്റെ മോട്ടറാണ്. അപ്പോൾ ഇതിലും കൂടെ നമുക്ക് ചെറിയൊരു മുന്തിരിയും ഏലയും കൂടെ ഒക്കെ നമുക്ക് വരച്ചു കൊടുക്കാം. ചെറിയൊരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട് ഇതിന്. അപ്പോൾ ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും ഇത് ഭംഗിയായിട്ട് ഇരിക്കും. അപ്പോൾ ഇപ്പം നമ്മുടെ 3 ലീഫിൻ്റെയും വർക്കെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഫിനിഷായിട്ടിരിക്കുന്നു. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ കാണാൻ? ഇനി നമുക്ക് നമ്മുടെ മോട്ടറിൻ്റെ വർക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇതും ഇതുപോലെ തന്നെ ലീഫിൽ വരച്ചിരിക്കുന്നതിനോട്ട് തന്നെ
മുന്തിരിയും ഇലയും ടെൻഡൽസും ഒക്കെ അതുപോലെ തന്നെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്ത് ഒന്ന് നോക്കാം. ഞങ്ങളുടെ വർക്ക് ഫിനിഷായി. ഫാനൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയിലേ കാണാൻ. ഇതുപോലെ തന്നെ ഞങ്ങൾ വേറൊരു ഫാനും വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത് സെറ്റ് ചെയ്തിട്ടില്ല, ഒന്ന് കാണിക്കാം. ഞങ്ങളുടെ നേരത്തെ ഞങ്ങൾ ചെയ്തൊരു വർക്കായത് ഫാനിൻ്റെ തന്നെ. അത് ഞങ്ങൾ സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളത് സെറ്റ് ചെയ്ത് കാണിക്കുകയാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ള, ഞങ്ങളുടെ ഈ ഉമാലയം ബ്ലോഗ് എന്നുള്ള ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.